കർഷക തൊഴിലാളി രംഗത്ത് കർമ്മനിരതനായി പ്രവർത്തിച്ച പി.കെ. കുഞ്ഞച്ചന്റെ 38ാമത് അനുസ്മരണ ദിനം പാടിയോടിച്ചാലിൽ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കർഷക തൊഴിലാളി രംഗത്ത് കർമ്മനിരതനായി പ്രവർത്തിച്ച പി.കെ. കുഞ്ഞച്ചന്റെ 38ാമത് അനുസ്മരണ ദിനം പാടിയോടിച്ചാലിൽ നടന്നു. KSKTU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോടിച്ചാൽ മുനയംകുന്ന് രക്തസാക്ഷി സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം KSKTU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി. രമേശൻ ഉദ്ഘാടനം ചെയ്തു. 2024 ശേഷം ഏതെങ്കിലും ഒരു വർഷം പി.കെ. കുഞ്ഞച്ചനെ പോലുള്ള ഒരു സഖാവ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടാവില്ല. പുതിയ കാലത്ത് ആ പുതിയ കാലത്തോട് സമരം ചെയ്യുന്ന, ആ പുതിയ കാലത്തെ പ്രശ്നങ്ങളോട് കലഹിക്കുന്ന, ആ പുതിയ കാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്ന പുതിയ കാലം രൂപപ്പെടുത്തുന്ന നേതാക്കന്മാരാണ് ഈ ഉണ്ടാകുന്നത്. ചിലപ്പോ സാന്ദർഭികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഉള്ള ആളുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ കാലത്തെ നേതാക്കൾ. PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ഈ കേരളീയ സമൂഹത്തിൽ ഇന്ത്യയിലാകെ ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു നേതൃത്വമായിരുന്നു സഖാവ് കുഞ്ഞച്ചന്റേത് എന്ന് കാണാം. സാമൂഹ്യ നിയമങ്ങളുടെ ഘട്ടത്തിൽ, ആ അന്നത്തെ ഘട്ടത്തിൽ വളരെ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ത്യാഗം സഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. നിശ്ചയമായും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട്. P. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. KD അഗസ്റ്റിൻ, K. സുധ, KV വിജയൻ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.